സീസൺ 1 സ്മോക്കിംഗ് റൂമിന് അധോലോകം എന്ന് പേര് കൊടുത്ത ആളാണ് സാബു. പുള്ളി വീണ്ടും പുള്ളിയുടെ അധോലോകത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കൂട്ടിന് സുരേഷ് ഏട്ടൻ ഇല്ലെന്നേ ഉള്ളൂ. കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാം. മാസ്റ്റർ ഷെഫ് ജിൻഡോ സാബുവിന്റെ കൂടെ വലിക്കുന്നത് കാണാൻ ചിലപ്പോൾ സാധിച്ചേക്കാം ലൈവില്. അധോലോകത്തിൽ നിന്ന് പുള്ളി ചിലപ്പോൾ വലിച്ചേക്കാം രണ്ടുപേരും കൂടി. ഇപ്പൊ പുള്ളി അങ്ങോട്ട് പോയപ്പോ ജിൻഡോ ഒരു സിഗരറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടു. പിന്നെ സാബുവിനെ വലിക്കാൻ ജിൻഡോ ക്യാമറയിൽ നോക്കി റേഷൻ സിഗരറ്റ് അപേക്ഷിക്കുന്നത് കണ്ടു. 2 തവണ ജിൻഡോ അപേക്ഷിച്ചു. ക്യാമറ സൈഡിലോട്ട് തിരിഞ്ഞാൽ തരില്ല എന്നാണ് സാബു പറയുന്നത്. മുകളിലോട്ടും താഴോട്ട് പോയാൽ തരാമെന്നാണ് സാബു പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ ചോദിച്ചിട്ട് വന്നിട്ട് പറയുന്നത് എന്റെ സിഗരറ്റ് തരാം സാബു സാർ, അത് അവര് തരുന്നില്ല എന്ന രീതിയിലാണ് അപ്പൊ കാണിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ സാബു ജിൻഡോയ്ക്ക് കോയിൻ കൊടുക്കുന്നുണ്ട്. ഇത്ര എഫേർട്ട് എടുത്ത് ചോദിച്ചതിന് സാബു ആകെ കൂടെ കോയിൻ കൊടുത്തത് അപ്സരയ്ക്കും ശരണ്യക്കും പിന്നെ ജിൻഡോയ്ക്കുമാണ്. ജിൻഡോയ്ക്ക് കോയിൻ കൊടുത്തപ്പോ പവർ നോറ പറയുവാണ് ഇയാളെ വിശ്വസിക്കരുത്, ഇത്രയും വിനയമൊന്നും ഇയാൾക്ക് ഇല്ല എന്ന് പറയുന്നു. അൻസിബ ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. ആ സമയത്ത് സാബു ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ട്. ഹോട്ടൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, തൊഴിലാളികളെ എപ്പോഴേ വിശ്വാസമില്ല, ഈ ഹോട്ടൽ നിങ്ങൾ എല്ലാവരും കൂടി കത്തിക്കരുത്, നമുക്കൊക്കെ ഉയരും കൊണ്ട് പോകാനാണ് എന്ന് സാബു പറയുന്നു. അതേപോലെ പവറിന്റെ തിമിര് ഒരുപാട് കാണിക്കരുത്, ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, ഇതൊരു സമൂഹമാണ്, അധികാര കേന്ദ്രം എതിരായിട്ട് എപ്പോഴും റിബലുകൾ ഉണ്ടാവുന്ന രീതിയിൽ പറയുന്നു. പവർ ടീം വെറുതെ സ്കോർ ചെയ്യാൻ നോക്കിയതാണ് ജിൻഡോയെ വെച്ചിട്ട്. സാബു നൈസായിട്ട് അപമാനിച്ചു കിട്ടും. കാരണം അവിടെ സാബുവിന് ആകെ സിഗരറ്റ് വലിക്കാൻ ഒരു കമ്പനി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ജിൻഡോ മാത്രമാണ്, വേറെ ആരുമില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട്